എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്കുള്ള ബസ്സിലാണ് ഞാൻ. കോട്ടയത്തെ ഒരു ഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര. ഞാൻ അനിത. എൻ്റെ കുട്ടികൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട്. ഞാനും ഭർത്താവും എറണാകുളത്താണ്. ചേട്ടൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, ഒരു IT കമ്പനിയിൽ. ഞാൻ ഹൗസ് വൈഫാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മമ്മിയുടെ കൂടെ കുട്ടികൾ ഉച്ചകുർബാനയ്ക്കാണ് പോയത്. ഞാനും വന്ന് സിറ്റൗട്ടിൽ കുറേ നേരം ഇരുന്നു. അപ്പോഴേക്കും മമ്മിയും കുട്ടികളും പള്ളിയിൽ നിന്ന് മടങ്ങി വന്നു. മമ്മിയും പപ്പയും കൂടെ എൻ്റെ കുട്ടികളും പിന്നെ ചേച്ചിയുടെ കുട്ടികളും. ചേച്ചി ഗൾഫിലാണ്. ചേച്ചിയുടെ ഭർത്താവ് ഡെന്നിച്ചൻ ഇപ്പോൾ ഒരു ഫാം നടത്താണ്. ഞാൻ ഡെന്നിച്ച എന്നാണ് വിളിക്കാറ്. പുള്ളിയുടെ വീട് ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ അകലെയാണ്. അവിടെ പുള്ളിയുടെ അപ്പനും അമ്മയും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടികൾ വന്നതുകൊണ്ട് ഇവിടേക്ക് കഴിഞ്ഞ ആഴ്ച ആ പിള്ളേരും വന്നു. കുറേ നേരം മമ്മിയുമായി സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടികളുടെ ബഹളം കൊണ്ട് വീട് നിറഞ്ഞ ശബ്ദം, അവരുടെ ഓട്ടവും പാച്ചിലും. ഞാൻ ചേച്ചിയെ വിളിച്ചു. അവൾ ഗൾഫിൽ നേഴ്സാണ്. ഞാനും മമ്മിയും അവളോട് വീഡിയോ കോളിൽ സംസാരിച്ചു. ആ സമയം എന്നോട് അവൾ പറഞ്ഞു, എടി നീ ഒരാഴ്ച നിന്നിട്ടേ പോകാവൂ കേട്ടോ. ഏയ് ഇല്ലടി, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എടി ഞാൻ നാട്ടിലില്ലല്ലോ, നീ കുറച്ച് ദിവസം എൻ്റെ കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കടി, അവർക്കും അതൊരു സന്തോഷമാകും. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ നിൽക്കാൻ തീരുമാനിച്ചു. എന്നോട് അവൾ പറഞ്ഞു, എടി നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിൻ്റെ കെട്ടിയോനെ വിളിച്ച് പറയാം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് വേണ്ടടി, ഞാൻ തന്നെ പറഞ്ഞോളാം. ശരിയടി, എന്തായാലും നിൻ്റെ കെട്ടിയൻ സണ്ണിയെ ഞാൻ വിളിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞു. എന്തിന്? ഞാൻ ചോദിച്ചു. നിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വിടുന്നുള്ളൂ എന്ന് പറയാൻ. ഞാൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ അത് നല്ല കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. വൈകുന്നേരമായപ്പോൾ ഡെന്നിച്ചാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ വന്നതറിഞ്ഞിട്ട് വന്നതാണ്. ഞാൻ അടുക്കളയിലായിരുന്നു. അങ്ങോട്ട് പുള്ളിയും വന്നു. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, അനിതേ നീ അങ്ങ് സുന്ദരിയായല്ലോ. അത് കേട്ട് ഞാൻ ചിരിച്ചു. ഞാനൊരു മാക്സിയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ചേട്ടൻ നോക്കുന്നുമുണ്ട്. എന്നെ കാണുമ്പോൾ പുള്ളി എപ്പോഴും ചിരിച്ചുകൊണ്ട് പറയുന്ന ഡയലോഗാണിത്. ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡെന്നിച്ചായനും ഇപ്പം നല്ല ജിമ്മാണല്ലോ. പുള്ളിയും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പണിയല്ലേ അനിതേ, അതുകൊണ്ടാ. കൈകൊണ്ട് ആംഗ്യ രൂപേണയാണ് പുള്ളി അത് പറഞ്ഞത്. എന്നിട്ട് എന്നെ മൊത്തത്തിൽ നോക്കിയിട്ട് ചോദിച്ചു, ഇപ്പോൾ നിനക്ക് എത്ര വയസ്സായി അനിതേ? 38. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ പിന്നെ ഒരു 28, അതിൽ കൂടുതൽ പറയില്ല. ഡെന്നിച്ചായൻ എന്നെ പൊക്കി പറഞ്ഞു. അത് കേട്ട് ഞാനൊന്ന് ചിരിച്ചു. മമ്മി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പാത്രം കഴുകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഹോളിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. ഒരു വർഷം കഴിഞ്ഞു പുള്ളി ഫാം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് പുള്ളി ഗൾഫിലായിരുന്നു. ആ സമയത്ത് ചേച്ചി നാട്ടിലുമായിരുന്നു. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു ചേച്ചി ആ സമയം. ചേച്ചി ഗൾഫിൽ പോയിട്ട് കുറച്ച് വർഷമേ ആകുന്നുള്ളൂ. ഡെന്നിച്ചായന് ഫോൺ വന്നപ്പോൾ അയാൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. ചേട്ടൻ പില്ലറിൽ ചാരി നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, അനിതേ നീ ഇന്ന് ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് നിൻ്റെ സണ്ണിച്ചൻ ഇന്ന് ഉറങ്ങോ? ഞാൻ ചേട്ടനെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. അല്ല, 2 ദിവസം കഴിഞ്ഞാലേ പോകൂ, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടൻ അത് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ചേട്ടനെ നോക്കി പറഞ്ഞു, സണ്ണിച്ചന് ഞാൻ വേഗം ചെന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ സണ്ണിച്ചന് എന്നും നിന്നെ വേണ്ടേ? ഇച്ചായൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു, ഒന്ന് പോരെനിച്ച. ഡെന്നിച്ചൻ എന്നെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, സണ്ണി തൊടുന്നില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ഡെന്നിച്ചനെ രൂക്ഷമായി നോക്കി. പുള്ളി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അപ്പോൾ ചേച്ചി വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്നുള്ളൂ? ഡെന്നിച്ചായൻ ചേച്ചിയില്ലാതെ എങ്ങനെ സഹിച്ച് ജീവിക്കുന്നു? അതിനാര് പറഞ്ഞു ഞാൻ സഹിച്ച് ജീവിക്കുകയാണെന്ന്? അത് കേട്ടതും ഞാൻ ഡെന്നിച്ചനെ നോക്കി. പുള്ളി പറയാൻ തുടങ്ങി, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പെണ്ണേ. അപ്പോഴേക്കും
കുട്ടികൾ അങ്ങോട്ട് കയറി വന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ തമാശ പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പോയി. രാവിലെ വരാമെന്നും പറഞ്ഞ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ ഡെന്നിച്ചനെ കുറിച്ച് ചിന്തിച്ചു. എന്നോട് എന്തോരം തമാശ പറഞ്ഞു. എൻ്റെ ഭർത്താവ് സണ്ണിച്ച് ഒരിക്കലും എന്നോട് ഇതുപോലെ തമാശ പറയാറില്ല. പുള്ളിക്ക് ജോലി, വീട്, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ ഡെന്നിച്ചൻ ആള് കൊള്ളാം. ഇന്ന് എന്ത് നോട്ടാണ് എന്നെ നോക്കിയത്. അതോർത്തപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. എൻ്റെ ഉള്ളിൽ ഡെന്നിച്ചനോട് വല്ലാത്തൊരു സ്നേഹം പോലെ. അങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഡെന്നിച്ചൻ കാറുമായി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അനിതേ, നീ എൻ്റെ ഫാം കാണാൻ വരുന്നുണ്ടോ? അത് കേട്ട് നിന്ന മമ്മി എന്നോട് പറഞ്ഞു, എടി ചെല്ല്, നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, പോയി കണ്ടിട്ട് വാ. ആ, എന്നാ ഞാനും വരാം ഇച്ചായ, ഞാൻ പറഞ്ഞു. പിന്നെ ഞാനും കുട്ടികളും കാറിൽ കയറി ഇച്ചായൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഡെന്നിച്ചാൻ്റെ അമ്മയോടും അപ്പയോടും സംസാരിച്ചു. കുട്ടികൾ ഫാമിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാനിന്ന് ഒരിളം മഞ്ഞ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അത് എനിക്ക് നന്നായി ചേരുന്നുമുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും കാപ്പി കുടിച്ചിട്ട് ഫാമിലേക്ക് പുറപ്പെട്ടു. പിക്കപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഡെന്നിച്ചനോട് പറഞ്ഞു, ഡെന്നിച്ച, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതിനെന്താനിതേ, ഞാൻ പഠിപ്പിക്കാം. ഞാൻ ചിരിച്ചുകൊണ്ട് പുള്ളിയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, സത്യമായിട്ടും? പിന്നെ നീ ഇപ്പോൾ തന്നെ ഈ സ്റ്റിയറിങ് പിടിച്ചോ. എന്നെ നോക്കിക്കൊണ്ട് ഡെന്നിച്ചൻ പറഞ്ഞു. ഡെന്നിച്ച, ഞാൻ വിളിച്ചു. എടി, നീ പിടിക്ക്. പുള്ളി എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് സ്റ്റിയറിങ്ങിൽ പിടിപ്പിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് ഇച്ചായൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഡെന്നിച്ച, ഞാൻ 2 വീലർ ഓടിക്കും. ആണോ? എന്നാൽ പിന്നെ ഇത് പെട്ടെന്ന് പഠിക്കും, ഇച്ചായൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇച്ചായൻ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. മെല്ലെയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡെന്നിച്ചനോട് ചോദിച്ചു, ഡെന്നിച്ച, എൻ്റെ ഓടിക്കൊരു കൊള്ളാവോ? ഓഹ് എടി അനിതേ, ഞാനൊരു കാര്യം പറയാം. എന്താ ഡെന്നിച്ച? നീ എന്നെ ഈ ഡെന്നിച്ച എന്ന് വിളിക്കണ്ട, ഇച്ചായെന്ന് മാത്രം വിളിച്ചാൽ മതി. ഓക്കെ ഇച്ചായ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചെറിയ വീതി കുറഞ്ഞ വഴിയിലൂടെ വണ്ടി കയറി. അപ്പോൾ മുന്നിൽ ഒരാൾ നടന്നു പോകുന്നു. ഒരു ചെറിയ പയ്യനാണ്. ഇച്ചായൻ വണ്ടി നിർത്തി. എടി, അത് ബാബുവാണ്, എൻ്റെ പണിക്കാരൻ ബായ്. ഞാൻ അവനെ നോക്കി. ഒരു ചെറിയ പയ്യൻ, കണ്ടാൽ ഒരു 19 വയസ്സൊക്കെ തോന്നിക്കും. ഞാൻ ചോദിച്ചു, ഇവൻ ഒരു ചെറിയ പയ്യനാണല്ലോ ഇച്ചായ? ആടി, അവന് 20 വയസ്സുണ്ട്. അവനെ വിളിച്ച് ഇച്ചായൻ വണ്ടിയിൽ കയറ്റി. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാനും ചിരിച്ചു. അവനോട് ഇച്ചായൻ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അവനും അതിനുള്ള മറുപടി പറഞ്ഞു. ഞാൻ ഇച്ചായനോട് ചേർന്നിരിക്കുന്ന നോക്കി അവൻ എന്നെ നോക്കി നിന്നു. എടി, നേരെ നോക്കി ഓടിക്ക്. ഇച്ചായൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇടുങ്ങിയ വഴിയായതുകൊണ്ട് തന്നെ മെല്ലെയാണ് പോകുന്നത്. ശരിക്കും മലയോര മേഖലയാണ്. വീടുകൾ തീരെയില്ല. ഇതെന്തിനാ ഇച്ചായ ഈ പട്ടിക്കാട്ടിൽ കൊണ്ടുവന്ന് ഫാം വെച്ചത്? അത് നിന്നെ പോലുള്ള കന്നുകാലികളുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ. അത് കേട്ടതും ഞാൻ ചിരിച്ചു. അപ്പോൾ ഇച്ചായൻ എന്നെ ഒന്ന് നോക്കി പറഞ്ഞു, എന്നെ നോക്കാതെ നേരെ നോക്കി ഓടിക്ക് പെണ്ണേ. എന്നെ ആ ബായി നോക്കുന്നുണ്ട്. അത് കണ്ട് ഞാൻ ഇച്ചായനോട് ചോദിച്ചു, ഇച്ചായ, ഇവന് മലയാളം അറിയുമോ? ഏയ് ഇല്ലടി, ഇവൻ പുതിയ ആളാ. അവിടെ വേറെയും ആളുകളുണ്ട്. അവരിൽ ചിലർക്ക് മലയാളം അറിയാം. ഞാൻ ചോദിച്ചു, അവിടെ എന്തോരം സ്ഥലമുണ്ട് ഇച്ചായ? അത് അവിടെ മുഴുവൻ 8 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ കൂടുതൽ കൃഷിയും മറ്റുമാണ്. ഫാമിൽ മുഴുവൻ 15 പശുക്കളുമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മണ്ണ് വഴിയിലൂടെയാണ് വണ്ടി ഓടുന്നത്. ഇച്ചായൻ പറഞ്ഞു, ഇവിടെ മുതൽ നമ്മുടെ സ്ഥലം തുടങ്ങുക. ആണോ? ആ അതേടി. അല്ല, നീ ഏത് സ്പ്രേ അടിച്ചിരിക്കുന്നേ? ഇച്ചായൻ ചോദിച്ചു. ഞാൻ അടിക്കുന്ന സ്പ്രേയുടെ പേര് പറഞ്ഞു. അത് കേട്ട് ഇച്ചായൻ പറഞ്ഞു, എന്തായാലും കൊള്ളാം. കുറച്ച് ദൂരം കൂടി കഴിഞ്ഞപ്പോൾ ഫാമിലെത്തി. ചുറ്റും റബ്ബർ മരങ്ങൾ. അതിൻ്റെ നടുക്കായൊരു ഫാം. പിക്കപ്പ് പാർക്കിങ്ങിൽ കയറ്റി പാർക്ക് ചെയ്തു. അവൻ അതിലൂടെ ഇറങ്ങി. ഇച്ചായനും ഇറങ്ങി എന്നോട് പറഞ്ഞു,
എടി നീ ഇതിലൂടെ ഇറങ്ങിക്കോ. എൻ്റെ നേരെ ഇച്ചായൻ കൈ നീട്ടി. ഞാൻ ഇച്ചായൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിറങ്ങി. ഞാൻ ഇച്ചായനെ നോക്കി ചിരിച്ചു. അത് കണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിന്നെ എടുത്തിറക്കേണ്ടി വരുമെന്ന്. ഒന്ന് പോയിച്ചായ. പിന്നീട് ഇച്ചായൻ അവനോട് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതാണ് നമ്മുടെ റൂമും കിച്ചണുമെല്ലാം. ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. ഒരു വീട് പോലെയുണ്ട്. നീണ്ടു കിടക്കുന്ന കന്നുകാലി കെട്ടിടം, അതിനപ്പുറമാണ് ആ വീട്. ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഇച്ചായൻ പറഞ്ഞു, അത് പണിക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടാണ് ആ ഭായി പോയത്. എന്നെയും കൊണ്ട് കന്നുകാലി ഫാമിലൂടെ ഇച്ചായൻ നടന്നു. നല്ല ഒരുപാട് പശുക്കളുണ്ട്. ഓരോ പശുവിനെ പറ്റിയും ഇച്ചായൻ എന്നോട് പറഞ്ഞു. ഒരു പശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇച്ചായൻ പറഞ്ഞു, ഇവളെ കഴിഞ്ഞ ആഴ്ച കുത്തിവെച്ചു, പെട്ടെന്ന് ചെന പിടിക്കാൻ. ഞാൻ ഇച്ചായനെ നോക്കി ചിരിച്ചു. എന്നെ നോക്കിക്കൊണ്ട് ഇച്ചായൻ പറഞ്ഞു, ഇപ്പോൾ ചെന പിടിക്കാൻ വലിയ പാടാ. പണ്ടൊക്കെ കാള വന്ന് ചവിട്ടിയാൽ പെട്ടെന്ന് ചെന പിടിക്കും അല്ലേ അനിതേ? അത് കേട്ടതും ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചവിട്ടാൻ അറിയാമെങ്കിൽ പെട്ടെന്ന് പിടിക്കും. ഇച്ചായനാണോ ഈ പശുവിനെ കുത്തിവെക്കുന്നത്? ഞാൻ അല്പം കളിയാക്കി ചോദിച്ചു. അത് കേട്ട് ഇച്ചായൻ പറഞ്ഞു, ഇതിനെയൊക്കെ ഡോക്ടർ വന്ന് കുത്തിവെക്കും. ഞാൻ കുത്തിവെച്ച 2 കിടാവ് വീട്ടിൽ കളിക്കുന്നത് നീ കണ്ടില്ലേ? അത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. അനിതേ, എൻ്റെ ഒറ്റ ചവിട്ടിൽ അവൾക്ക് ചെന പിടിച്ചു. എന്നെ നോക്കിക്കൊണ്ട് ഇച്ചായൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അനിതയ്ക്ക് ഒറ്റ ചവിട്ടിൽ ചെന പിടിച്ചോ? ഒന്ന് പോയിച്ചായ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായൻ ചിരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ കൂടി പറഞ്ഞു, പറ അനിതേ, നിനക്ക് പെട്ടെന്ന് പിടിച്ചോ? ഞാൻ പശുവിനെ നോക്കിക്കൊണ്ട് ഇച്ചായനോട് പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ ആദ്യമൊന്നും സണ്ണിച്ചന് എന്തൊക്കെയോ നാണമായിരുന്നു. അത് പറഞ്ഞപ്പോൾ എനിക്ക് നാണം വന്നു. ആഹാ, എന്നിട്ട് പുള്ളി ആദ്യമായിട്ടായിരുന്നു അതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം താമസിച്ചു. ഞാൻ നിലത്തേക്ക് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഇച്ചായൻ അപ്പോഴെന്നോട് പറഞ്ഞു, ഞാനായിരിക്കണമായിരുന്നു അനിതനെ ആദ്യം തന്നെ ചെന പിടിപ്പിച്ചാനെ. അത് കേട്ടപ്പോൾ എനിക്കെന്തോ കുളിരി കോരുന്ന പോലെ തോന്നി. അപ്പോഴേക്കും കുറച്ച് പണിക്കാർ തൊഴുത്ത് വൃത്തിയാക്കാനായി അങ്ങോട്ടേക്ക് വന്നു. അത് കണ്ടതും ഇച്ചായൻ എന്നോട് പറഞ്ഞു, അനിതേ, നീ ആ റൂമിലേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാം. ഞാൻ ഇച്ചായനെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ എന്നെ പണിക്കാർ നോക്കുന്നുണ്ട്. എല്ലാം ഹിന്ദിക്കാരാണ്, അതിൽ പെണ്ണുങ്ങളും ഉണ്ട്. അവരോട് ഇച്ചായൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് തൊഴുത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ തന്നെയാണ് ആളുകൾ നോക്കുന്നത്. അങ്ങനെ ഞാൻ നടന്ന് റൂമിലേക്ക് കയറി. അത്യാവശ്യം കൊള്ളാവുന്നൊരു ഹാള്. അതിലിരിക്കാൻ സോഫയും മറ്റ് ചെയറും, ഒരു സൈഡിൽ മേശയും അതിനപ്പുറം ഒരു ചെയറും ഉണ്ട്. അത് മുതലാളിക്കിരിക്കാനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. ഹോളിൽ നിന്നും കയറുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. അതിൽ ഒരു കട്ടിലും അതിലൊരു ബെഡുമുണ്ട്. ആ മുറിയിൽ ഒരലമാരയും. മുറിയെല്ലാം അലങ്കോലമായി കിടക്കുന്നു. ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് കിച്ചണിലേക്ക് നോക്കി. അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഒരു വാതിലുണ്ട്. കിച്ചണിൽ തന്നെ ഒരു ചൂലയും കിടക്കുന്നുണ്ട്. ഞാൻ അതെടുത്ത് കിച്ചൺ ഒന്ന് അടിച്ചു വാരി. പിന്നെ റൂമും. ഹോളടിച്ച് വാരുമ്പോൾ ഇച്ചായൻ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഇച്ചായൻ പറഞ്ഞു, ആഹാ മിടുക്കി. ഞാൻ തല ഉയർത്തി നോക്കി. എന്നെ നോക്കിക്കൊണ്ട് ഇച്ചായൻ നിൽക്കുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് എന്താണെന്ന് തല കൊണ്ട് ആംഗ്യം കാണിച്ചു. അല്ല, പുതിയ പെണ്ണ് വന്നപ്പോഴുള്ള മാറ്റം കണ്ടല്ലോ, എല്ലാം വൃത്തിയാക്കി, കൊള്ളാം. ആ, ഇതിനൊക്കെ എനിക്ക് സാലറി തരണം, ഞാൻ പറഞ്ഞു. അതിനെന്താ, നീ ഇവിടെ നിന്നോ, നിനക്ക് നല്ല ശമ്പളവും തന്നേക്കാം. അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറായിക്കോ. അതിന് ചേച്ചിയില്ലേ, ഞാൻ പറഞ്ഞു. അത് കേട്ടതും ഇച്ചായൻ പറഞ്ഞു, അവൾ ഗൾഫിലല്ലേ, ഇപ്പോൾ നീ എൻ്റെ പാർട്ട്ണറായിക്കോ. അയ്യടാ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അടിച്ചു വരാൻ തുടങ്ങി. ഇച്ചായൻ എന്നെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി. പോകുന്ന പോക്കിൽ എൻ്റെ കയ്യിൽ ഒരു നുള്ളു തന്നു. ഈ ഇച്ചായൻ, ഞാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി റൂമിൽ നിന്നും ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഹോളിലെ സോഫയിലിരുന്ന് അതിലെന്തൊക്കെയോ കുത്തി കുറിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫാമിലെ കണക്കാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ
ഇച്ചായൻ പറഞ്ഞു. എടി അനിതേ, കിച്ചണിൽ അരിയും സാധനങ്ങളും ഉണ്ട്, നീ എന്തെങ്കിലും ഉണ്ടാക്ക്. ഞാൻ ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് കയറി. എന്നിട്ട് പാചകം ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ ഒരു ബായ് അങ്ങോട്ട് വന്നിട്ട് ഇച്ചായനോട് എന്തോ പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് ഇച്ചായൻ വന്നിട്ട് പറഞ്ഞു, എടി ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. എവിടെ പോയി ചായ? ഞാൻ ചോദിച്ചു. എടി മുകളിലെ പറമ്പ് വരെ പോവുക, നീ പേടിക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. ഇച്ചായൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് പുള്ളി ആ ബായുടെ കൂടെ പോയി. ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ പണിയെല്ലാം തീർത്തു. ഞാൻ മുറ്റത്തേക്കിറങ്ങി ഫാമിലേക്ക് നോക്കുമ്പോൾ അവിടെ രാവിലെ കണ്ട ആ പയ്യൻ ബായുണ്ട്. പശുക്കളെല്ലാം കിടന്നഴവറക്കുന്നു. ആ പയ്യൻ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ പൂന്തോട്ടത്തിലെ പുല്ല് പറിക്കാണ്. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. റോസയും ജമന്തിയും മറ്റു പൂക്കളൊക്കെ ഉണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, നാം? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാബു. മലയാളം അറിയോ? നെഹി. അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗർ? ആസാം. അവൻ പറഞ്ഞു. ഓക്കെ. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ എൻ്റെ പിറകിൽ നിന്നും ആരോ എന്നെ ഇക്കിളിയാക്കി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇച്ചായനാണ്. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, പേടിച്ചോ? ഇല്ല, എനിക്കറിയാലോ ഈ കള്ളനെ ഇങ്ങനെ കാണിക്കുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു. ആണോ? എന്നാൽ പിന്നെ കുറച്ചുകൂടി ഇക്കിളി ആക്കിയിട്ടേ ഉള്ളൂ. അതും പറഞ്ഞുകൊണ്ട് ഇച്ചായൻ എന്നെ ഇക്കിളിയാക്കാൻ തുടങ്ങി. ഞാൻ ചിരിച്ചുകൊണ്ട് പുറകോട്ട് മാറി. ഞങ്ങളെ നോക്കിക്കൊണ്ട് ആബായി ചിരിക്കുന്നുണ്ട്. ഞാൻ പുറകോട്ട് മാറുമ്പോൾ ഇച്ചായൻ എന്നെ വീണ്ടും ഇക്കിളിയാക്കാൻ തുടങ്ങി. ഞാൻ പുറകിലേക്ക് നീങ്ങിയപ്പോൾ ഒരു വലിയ ചെരുവത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കാല് തെറ്റി മറിഞ്ഞു വീണു. അതുകണ്ട് ഇച്ചായൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ ആകെ മുഴുവൻ നനഞ്ഞു. എന്നെ പിടിച്ച് ഇച്ചായൻ എഴുന്നേൽപ്പിച്ചു. ഇച്ചായ, എന്ത് പണിയാ കാണിച്ചേ? ഞാൻ കൊഞ്ചി. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഇച്ചായൻ പറഞ്ഞു, വാ. ഞാൻ ആ നനഞ്ഞ രീതിയിൽ പുള്ളിയുടെ പുറകെ നടന്നു. എന്നെ നോക്കി അവൻ നിൽക്കുന്നുണ്ട്. റൂമിൻ്റെ ഹാളിൽ കൂടി ഞാൻ നനഞ്ഞുകൊണ്ട് ബെഡ്റൂമിലെത്തി. ഇച്ചായൻ എന്നോട് പറഞ്ഞു, എടി നീ ഒന്ന് ഫ്രഷാക്, എന്നിട്ട് പുറത്ത് ഡ്രസ്സ് വിരിച്ചിട്ടേക്ക്. അതിച്ചായ, എനിക്ക് മാറാൻ വേറൊന്നുമില്ല. ഇന്നാ ഈ ഷർട്ട് ഇട്ടോ. ഇച്ചായൻ ഒരു ഷർട്ട് എനിക്ക് തന്നുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് എന്നെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. ഞാനാകെ നനഞ്ഞു നിൽക്കാണ്. ഞാനല്പം ദേഷ്യത്തിൽ പറഞ്ഞു, അധികം ചിരിക്കല്ലേ. എടി, അതൊക്കെ ഇടാവ് കുടിക്കുന്ന വെള്ളമായിരുന്നു. പിന്നാക്ക് നിന്റെ ദേഹത്തുണ്ടാവും, പെട്ടെന്ന് കുളിക്ക് പെണ്ണേ. അത് പറഞ്ഞുകൊണ്ട് ഇച്ചായൻ ഹാളിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ കുളിച്ച് വൃത്തിയായി. അപ്പോൾ ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.